أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي يسر ولا تعسر ربي زدنا علما وحلما وفهما إن شاء الله നമ്മൾ ഇന്ന് അജ്നാസ് സുഗറ എന്നുള്ള കിതാബിന്റെ തുടക്കം മുതലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ലൈവ് ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകൾ അജ്നാസ് സുഗറയുടേത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാം കൂടെ ഒരൊറ്റ ക്ലാസ്സിൽ കുറച്ച് സംക്ഷിപ്തമായിക്കൊണ്ട് എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞ് പോവാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡിംഗ് ക്ലാസ് ആണ്. അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ നടത്താറുള്ള ഒരു ഇന്ററാക്ഷൻ മെത്തേഡാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത്. ആ രീതിയിലായിരിക്കില്ല എന്ന് ആദ്യമേ ഉണർത്താം. എന്തായാലും നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ ഡയറക്റ്റ് സമയം കളയുന്നില്ല. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കിതാബ് തന്നെയാണ് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, സ്ക്രീന് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അജ്നാസ് സുഗറ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നമ്മൾ നേരത്തെ മീസാൻ നമ്മൾ പഠിക്കുകയുണ്ടായി. മീസാനില് നമ്മള് സുലാസി ആയിട്ട് വരുന്ന ഫീലുകളുടെ മാവിയും മുവാരിയും അംറും നഹിയും അതിൽ നൂനു സഖീല വരുന്നതും നൂനു ഖഫീഫ വരുന്നതും എല്ലാം പഠിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ അതിന്റെ ഒക്കെ ഇസ്മു ഫായില്, ഇസ്മു മഫ്ഊല്, അതേപോലെ പിന്നെ ഇസ്മുൽ ആല, ഇസ്മു അൽ മറ, അതേപോലെ മസ്തർ എന്നിങ്ങനെ വരുന്ന ഒരുപാട് ഘടകങ്ങള് തുലാസി മുജറദിൽ നിന്നുണ്ടാവുന്ന അടിസ്ഥാനപരമായിട്ട് 3 അക്ഷരങ്ങളിൽ നിന്ന് വരുന്ന ഫീലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അജ്നാസ് സുഗറയിലേക്ക് കടക്കുകയാണ്. ഇതിൽ അതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായിക്കൊണ്ട് 3 അക്ഷരമുള്ള ഫീലുകളിൽ അധികരിച്ചു വരുന്ന ചില അക്ഷരങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് അക്ഷരങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്നൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അജ്നാസ് സുഗറ എന്നുള്ള ചെറിയ കൊച്ചു പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വായിച്ചുകൊണ്ട് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. അല്ലാഹുവിനോട് തന്നെയാണ് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നു. വബിഹി നസ്തഈൻ. അലം, നീ അറിയുക, അന്നൽ അഫ്ആല, ഫീലുകൾ എന്ന് പറയുന്നത് ഇമ്മാ തുലാത്തിയുണ്ട്. ഒന്നുകിൽ 3 അക്ഷരം, അടിസ്ഥാനപരമായിട്ട് 3 അക്ഷരം ഉള്ളതായിരിക്കാം. അല്ലെങ്കിലോ ഇമ്മ റുബാഇയ്യുൻ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരങ്ങളുള്ള ഫീലുകളാവാം. അടിസ്ഥാനപരമായിട്ട് 3 അക്ഷരങ്ങളുള്ള ഫീലുകൾ എന്ന് പറയുമ്പോൾ കതബ പോലെയുള്ള ദഹബ പോലെയുള്ള ഫീലുകളൊക്കെ അതിൽപ്പെട്ടതാണ്. ഓക്കെ, അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരമുള്ള ഫീലുകൾ എന്ന് പറയുമ്പോൾ സൽസല, സൽസല, അതേപോലെ തന്നെ ബഅസറ, ഈ പറഞ്ഞ ഫീലുകളൊക്കെ എന്താണ്, അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരമുള്ള ഫീലുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വകുല്ലു വാഹിദിൻ മിൻഹുമാ ഇമാ മുജറദുൻ ഔ മസീദുൻ ഫീഹി. ഇതിലെല്ലാം തന്നെ ചിലപ്പോൾ മുജറദ് ആയിരിക്കും. മുജറദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതിലുള്ള അക്ഷരങ്ങൾ, ബേസിക് അക്ഷരങ്ങൾ ഏതൊക്കെയാണോ അത് തന്നെ അതിലുള്ളത്. ഇമാ മസീദുൻ ഫീഹിം, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അക്ഷരങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ചില അക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള വാക്കുകളായിരിക്കാം, ഫീലുകളായിരിക്കാം. ഇനി അതില് അമ്മ സുലാസി അൽ മുജറദ് ഫഖംസത്തു അബ്വാ. മുജറദ് ആയിട്ടുള്ള തുലാത്തി മുജറദ് 5 ബാബുകളാണുള്ളത് എന്ന് വിവരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ മുൻപ് ചില ക്ലാസ്സുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. ഒന്ന് ഫഅല യഫ്ഇലു ആണ്. അതായത് മാളിയുടെ രൂപം ഫഅല എന്നാണ് ഉണ്ടാവുക. അതിന്റെ മുളാരിയിലേക്ക് വരുമ്പം അത് യഫ്ഇലു, ഐനുൽ കലിമക്ക് കസ്റയാണ് വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഫഅല യഫ്ഉലു ആണ്. ഇത് നേരത്തെ പോലെ തന്നെ ഫഅല അങ്ങനെ തന്നെയാണ് ഉള്ളത് എങ്കിലും അതിന്റെ മുളാരിയിലേക്ക് അത് മാറുമ്പം യഫ്ഉലു എന്നായിട്ട് മാറി. ഐനുൽ ഫിഅലിന് ലമ്മയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫഅല തന്നെയാണ്, പക്ഷെ അതിന്റെ മുളാരിയിലേക്ക് വരുമ്പോൾ അത് ഐനുൽ ഫിഅലിന് ഫതഹയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഐനുൽ ഫിഅലിന് ഫതഹയാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 3 കാറ്റഗറി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഫഅല എന്നുള്ളതിൽ നിന്ന് തന്നെ ഒറ്റ ബേസിക് ഫോമിൽ നിന്ന് തന്നെ മാദിയിൽ എല്ലാം ഫഅലയാണ് എങ്കിലും മുളാരിയിലേക്ക് വരുമ്പോൾ അത് 3 രൂപത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന് യഫ് അലു, രണ്ടാമത്തെ യഫ് എലു, മൂന്നാമത്തെ യഫ് ഉലു. അങ്ങനെ 3 രൂപങ്ങൾ വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഓർഡർ
ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും അങ്ങനെ 3 രൂപങ്ങൾ നമുക്ക് കാണാം. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഫഅല യഫ്ഇലു എന്നതിന്റെ ഉദാഹരണമാണ് ലറബ യദ്രിബു എന്നുള്ളത്. ലറബ യദ്രിബു. അതേപോലെ തന്നെ ഫഅല യഫ്ഉലു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നസറ യൻസുറു. അവിടെ ഐനുൽ ഫിഅലിന് സ്വാദിന് ലമ്മയാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് ഫഅല യഫ്ഇലു ആണ്. അതിന് ഉദാഹരണമാണ് ഫതഹ സോറി ഫഅല യഫ്അലു ആണ് അതിന്റെ ഉദാഹരണം. സോറി, മൂന്നാമത്തേത് വരുന്നത് ഫഅല യഫ്അലു ആണ്. അതിന്റെ ഉദാഹരണമാണ് ഫതഹ യഫ്തഹു എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ തസ്രീഫാത്തുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ തസ്രീഫാത്തുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ മാവി പറയുന്നു, അതിന്റെ മുദാരി പറയുന്നു. ഫഅല യഫ്അലു ഔ ഫഅല യഫ്ഇലു. പിന്നെ അതിന്റെ മസ്ദർ ആണ് ഫഅലൻ എന്ന് പറയുന്നത്. അപ്പൊ ഫഅല യഫ്ഇലു ഫഅലൻ, ആദ്യത്തെ വരിയാണ് നോക്കേണ്ടത്. ഫഅല യഫ്ഇലു ഫഅലൻ ഫഹുവ ഫാഇലുൻ. ഫഅല യഫ്ഇലു ഫഅലൻ ഫഹുവ ഫാഇലുൻ. ഫാഇൽ എന്നുള്ളത് ഇസ്മു ഫായിലാണ്. ഫുഇല അതിന്റെ മജ്ഹൂൽ വന്നു. മജ്ഹൂല് മാദിയിൽ എങ്ങനെ വരും? ഫുഇല എന്ന് വരും. മജ്ഹൂൽ മുദാരിയിലാവുമ്പോഴോ യുഫ്അലു. യുഫ്അലു ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, യുഫ്അലു ഫിഅലൻ ഔ ഫഅലൻ ഫഹുവ മഫ്ഊലുൻ. ഇവിടെ മഫ്ഊൽ വന്നു. അൽ അംറു മിൻഹു അതിന്റെ അംർ എങ്ങനെയാണ് വരുന്നത്? ഇഫ്അൽ വന്നഹി ലാ തഫ്ഇൽ. സോറി, ഇഫ്ഇൽ ലാ തഫ്ഇൽ. ഇഫ്ഇൽ എന്ന് വരാൻ കാരണം ഫഅല യഫ്ഇലു ആയതുകൊണ്ട് ഇഫ്ഇൽ എന്നാണ് വരിക. ഓക്കെ, അതിന് ഉദാഹരണം നോക്കാം. ളറബ യദ്രിബു ളർബൻ ഫഹുവ ളാരിബുൻ വളരിബ യുദ്റബു ളർബൻ ഫഹുവ മദ്റൂബുൻ. അൽ അംറു മിൻഹു ഇൽരിബ്. ഇൽരിബ് ഇഫ്ഇൽ ആവുമ്പോൾ ഇൽരിബ് വനഹി ലാ തദ്രിബ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് നോക്കാം. രണ്ടാമത്തെ കാറ്റഗറി എങ്ങനെ വരുന്നത്? ഫഅല യഫ്ഉലു ആണ്. ഫഅല യഫ്ഉലു ഇതേപോലെ തന്നെ പറയും. അതിന്റെ ഉദാഹരണം മാത്രം നോക്കാം നമുക്ക്. നസറ യൻസുർ ആണ്. നസറ യൻസുറു നസറൻ ഫഹുവ നാസിറുൻ വനുസിറ യുൻസറു നസറൻ ഫഹുവ മൻസൂറുൻ. നാസിറുൻ മൻസൂറുൻ. അതേപോലെ തന്നെ യൻസുറു. ഓക്കെ, പിന്നെ അൽ അംറു മിൻഹു ഉൻസുർ വനഹി ലാ തൻസുർ. ഇനി ഫഅല യഫ്അലു എന്നുള്ള ബാബ്. ഫഅല യഫ്അലു. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഉദാഹരണം നോക്കാം. ഫതഹ യഫ്തഹു ആണ്. അതിന്റെ മസ്ദർ ഫത്ഹൻ എന്നാണ്. ഫതഹ യഫ്തഹു ഫത്ഹൻ ഫഹുവ ഫാത്തിഹുൻ. അതിന്റെ ഇസ്മു ഫായില് അതേപോലെ തന്നെ ഉണ്ടാവും. മൂന്നും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഫഅല ആണെങ്കിലും ഫഅലി ആണെങ്കിലും യഫ്അലു ആണെങ്കിലും യഫ്ഇലു ആണെങ്കിലും യഫ്ഉലു ആണെങ്കിലും ഇസ്മു ഫായിൽ വരുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. ഫാഇൽ എന്നുള്ള അതേ വസനത്തിനാണ് എല്ലാത്തിന്റെ ഇസ്മു ഫായിൽ വരുന്നത്. അപ്പം ഫാത്തിഹുൻ. ഫുതിഹ യുഫ്തഹു ഫത്ഹൻ ഫഹുവ മഫ്തൂഹുൻ. അൽ അംറു മിൻഹു ഇഫ്തഹ് വനഹി ലാ തഫ്തഹ്. അംറിന്റെ കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കാരണം മുദാരിഇന്റെ ഐനുൽ ഫിഅലിനനുസരിച്ചായിരിക്കും അംർ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അംറിന്റെ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഇഫ്ഇൽ, മറ്റേത് ഇഫ്ഉൽ, ഉഫ്ഉൽ, മൂന്നാമത്തത് ഇഫ്അൽ. ഇഫ്ഇൽ, ഉഫ്ഉൽ, ഇഫ്അൽ. അങ്ങനെ 3 രീതിയിലാണ് അതിന്റെ അമറുകൾ വരിക എന്ന് പറഞ്ഞു. അപ്പൊ 3 പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 2 5 ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെ 5 വരുന്നത്? അടുത്തത് ഫഇല എന്നാണ് വരുന്നത്. അവിടെ മാദിയിൽ തന്നെ ഐനുൽ ഫിഅലിന് കസ്ർ കൊടുത്തിട്ടുണ്ട്. മാദിയിൽ തന്നെ ഐനുൽ ഫിഅലിന് കസ്ർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുദാരി എങ്ങനെയാണ് വരുന്നത്? യഫ്അലു എന്നാണ്. അതിന്റെ മുദാരി വരുന്നത് യഫ്അലു എന്നാണ്. അതിന് മസ്ദർ ഫഅലൻ എന്ന് തന്നെ വരും. അപ്പം ഫഇല യഫ്അലു ഫഅലൻ ഫഹുവ ഫാഇലുൻ. ഫഇല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ. അൽ അംറു മിൻഹു യഫ്അലു വന്നഹി ലാ തഫ്അൽ. ഇതിന്റെ ഉദാഹരണമാണ് സമിഅ. ഇവിടെ നോക്കണം. സമിഅ എന്നുള്ളതിന്റെ ഐനുൽ ഫിഅലിന് കസ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫഇല കസ്ർ ഉള്ളത് പോലെ തന്നെ സമിഅക്കും മീമിന് കസ്റാണുള്ളത്. അതാണ് ഐനുൽ ഫിഅലിന്റെ സ്ഥാനത്തുള്ളത്. അപ്പൊ സമിഅ അതിന്റെ മുദാരി വരുന്നത് യസ്മഉ. അപ്പൊ ഈ വസനം എന്താണ് പഠിക്കേണ്ടത്? ഫഇല യഫ്അലു എന്നാണ് വരുന്നത്. ഫഇല യഫ്അലു. യഫ്അലു. ഓക്കെ, ഇതില് ഫഇല യഫ്ഇലു എന്ന് വരുന്ന ഒരു പ്രത്യേക ബാബുണ്ട്. അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അതൊരു ഷാസ് ആയിട്ടും പറയും. പ്രത്യേകം വ്യതിരിക്തമാക്കപ്പെട്ടിട്ടുള്ള കൂട്ടത്തില് ഒറ്റയടിക്ക് എണ്ണും എണ്ണൂല. എന്നാൽ ചില നിയമങ്ങള് വ്യതിരിക്തമായിട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങളിൽ പെട്ടതായിട്ട് എന്ത് ചെയ്യും? അതിനെ കണക്കാക്കും. ഓക്കെ, അതിന്റെ ഉദാഹരണം നോക്കാം. സമിഅ അതിന്റെ മാദി മുദാരി അംറു എല്ലാം കൂടെ പറയുന്നത് നോക്കാം. സമിഅ യസ്മഉ സമഅൻ ഫഹുവ സാമിഉൻ വസമിഅ യുസ്മഉ സമഅൻ ഫഹുവ മസ്മൂഉൻ. അൽ അംറു മിൻഹു ഇസ്മഅ വനഹി ലാ തസ്മഅ എന്ന്. ഇനി ബാബുൽ ഖാമിസ്, 5-മത്തേത്. ഇവിടെ നോക്കണം. ഫഉലയാണ് വരുന്നത്. ഫഉലയുടെ മുദാരി യഫ്ഉലു എന്നാണ്. ഫഉല യഫ്ഉലു. നേരത്തെ ഫഇല ആയിരുന്നു, അതിന്റെ യഫ്അലു ആണ്. യഫ്അലു ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഫഉല യഫ്ഉലു ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഉദാഹരണം എന്താണ്? മിൻഹു ഖുറും വന്നഹി ലാ തഖ്റും. ഓക്കെ, അത് അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഖുറും എന്നുള്ളത് പിന്നെ അതിന്റെ മജ്ഹൂലായിട്ടുള്ള സംഗതി അങ്ങനെ ഉപയോഗിക്കപ്പെടുകയില്ല.
ഒരു ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഇപ്പൊ അത് നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാവുന്നതാണ്. കറുമ യക്റുമു കർമൻ ഫഹുവ കാരിമൻ കുരിമ യുക്രമു കർമൻ ഫഹുവ മക്റൂം. ഓക്കെ, അത്രയാണ് ഒന്നാമത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതികൾ. ഇനി രണ്ടാമത്തെ പേജിലേക്ക് കിടക്കുകയാണ്. പിന്നെ അവിടെ പറഞ്ഞത് ലാസിമായിട്ടുള്ള ഫീലുകള് പിന്നെ മജ്ഹൂൽ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം അതിന്റെ കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് ഉറങ്ങി എന്ന് പറയുന്ന ഫീല് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉറങ്ങി എന്ന് പറഞ്ഞാൽ നാമ അല്ലെ, നാമ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാറില്ല. അതേപോലെ ഒരു സംഗതിയാണ് കറുമ എന്നുള്ളത്. ഓക്കെ, പിന്നെ അമ്മ സുലാസി അൽ മസീദ് ഫീഹി ഫഅർബഅതു അശ്ശറ ബാബൻ ഫഅർബഅത അശ്ശറ ബാബൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നക്ഷരത്തില് അക്ഷരങ്ങൾ അധികരിച്ചു വരുന്നതാണ്. അപ്പൊ ബേസിക്കലി മൂന്നക്ഷരാണുള്ളത്, അതിൽ ഒരക്ഷരം വർദ്ധിച്ചു വന്നിട്ടുള്ളത് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ 3 ബാബുകൾ ആ കാറ്റഗറി പെട്ടതാണ്, ഒരക്ഷരം വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ 3 ഓരോ അക്ഷരങ്ങളാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വന്നിട്ടുള്ള വാക്കുകൾ എന്ന് ആദ്യം നോക്കാം നമുക്ക്. ഫഅല എന്നുള്ള വാക്കില് ഒരു ഹംസ അധികരിച്ചു വന്നിട്ടുണ്ട്. അതെന്ത് മാറി, അഫ്അല എന്നായി. ഇവിടെ ഫഅല എന്നുള്ളതിൽ ഏതക്ഷരമാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്, ഒരു ഐന്. അപ്പൊ ഐന് ഷദ് കാണുന്നുണ്ടല്ലോ, ഒരു ഐന് അധികരിച്ചു വന്നു. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഫാഅലയാണ്. ഇവിടെ ഒരു അലിഫാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. എവിടെയാണ്, ഫാഇൽ ഫീലിനും ഐനുൽ ഫീലിനും ഇടയിൽ ഒരു അലിഫ് വർദ്ധിച്ചു വന്നിട്ടുണ്ട്, അത് ഫാല. അങ്ങനെ 3 വസനുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒരക്ഷരം. അതായത് അടിസ്ഥാന ബേസിക്കലി 3 അക്ഷരമുള്ള ഫീലിൽ നിന്ന് ഒരക്ഷരം വർദ്ധിച്ചു വന്നിട്ടുള്ള ഫീലുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ വരുന്നത് 3 ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ 3 വിഭാഗത്തിലാണ് അങ്ങനെ വരുന്നത്. 3 ഫീലുകളിലാണ് അങ്ങനെ ഒരക്ഷരം വർദ്ധിച്ചു വരുന്നത് വന്നതായിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്, അഫ്അല, ഫഅല, ഫഅല. കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, അഫ്അല, ഫഅല, ഫഅല. ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആനിലും മുസാഫിലും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അഫ്അലയുടെ ഒരു ഉദാഹരണമാണ് അക്രമ എന്നുള്ളത്. ഫഅലയ്ക്ക് ഒരു ഉദാഹരണമാണ് ഫർറജ എന്നുള്ളത്. ഫഅലയ്ക്ക് ഒരു ഉദാഹരണമാണ് ഖാതല എന്നുള്ളത്. ഇനി വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ അസ്ലമ എന്നുള്ള ഉദാഹരണമുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് അവർക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇല്ലാത്ത ആളുകൾ, ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അസ്ലമ അതിൽപ്പെട്ട ഒന്നാണ്. അസ്ലമ യുസ്ലിം ഇസ്ലാമൻ ഫഹു മുസ്ലിമുൻ എന്നൊക്കെ വരുന്നത് ആ വാക്കിൽ നിന്നാണ്. അസ്ലഹ വരും, അഹ്സന വരും. അങ്ങനെ ഒരുപാട് വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അഫ്അല വസനിൽ വന്നിട്ടുണ്ട്. അത് വേറെയും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് വിവിധങ്ങളായിട്ടുള്ള മുസ്തഖാത്തുകൾ, അതിൽ നിന്ന് നിഷ്പന്നമായി വന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫഅല ബാബ്, ഖത്തല, ഫറജ, ഹമ്മദ, ഷജ്ജഅ, ഫറജ, അങ്ങനെ ഒരുപാട് വാക്കുകൾ. അതായത് അടിസ്ഥാനപരമായിട്ട് 3 അക്ഷരമുള്ള വാക്കുകളായിരിക്കും. അതിൽ എന്ത് ചെയ്യാണ്, ഐനുൽ ഫിഇലിന് ഷദ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നത് ഫഅല എന്നുള്ളതാണ്. ഇപ്പോ ജഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നാണ്. ജാഹദ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പരിശ്രമിച്ചു, പരസ്പരം ഏറ്റുമുട്ടി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലൊക്കെ എന്ത് ഉപയോഗിക്കും, ഈ ഫഅല വസനിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. അപ്പൊ ജാഹദ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന്റെ ഫിഅല് എന്താണ്, ജാഹദ എന്നുള്ളതാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ജിഹാദ് എന്നുള്ള വാക്കൊക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ തസ്രീഫാത്തുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അഫ്അല വരുന്നത് എങ്ങനെയാണ്, അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ. ഇതിന് മുളാരി പറയുന്നു, മാദി പറയുന്നു, ഒക്കെ മഅറൂഫ് ആണ് കേട്ടോ. ആദ്യത്തെ മഅറൂഫാണ്. പിന്നെ വരുന്നത് മജ്ഹൂലാണ്. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി, മജ്ഹൂൽ. ഓക്കെ, മജ്ഹൂൽ എഴുതി തെറ്റിപ്പോയിട്ടുണ്ട്, മജ്ഹൂൽ. ഓക്കെ, അഫ്അല, അഫ്അല അതിന്റെ മുളാരി വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. യുഫ്ഇലു എന്നാണ് വരിക. അഫ്അല യുഫ്ഇലു, അഫ്അല യുഫ്ഇലു, അസ്ലമ യുസ്ലിമു, അഖ്തല യുഖ്തിലു, അക്രമ യുക്രിമു, അഹ്സന യുഹ്സിനു. ആ ഒരു വസലിലാണ് എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ മസ്ദർ വരുന്നത് എന്താണ്, ഇഫ്ആലൻ എന്നാണ്. ഇഫ്ആലൻ. അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ, അഹ്സന യുഹ്സിനു ഇഹ്സാനൻ, അസ്ലഹ യുസ്ലിഹു ഇസ്ലാഹൻ. ഒക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. അത് വന്നിട്ടുള്ളത് ഈ ഒരു ഫോമിൽ നിന്നാണ്. സൊലുഹ എന്നുള്ള വാക്കിൽ നിന്ന് ഒരക്ഷരം വർദ്ധിച്ചു, അസ്ലഹയായി. ജഹദ എന്നുള്ളതിൽ അത് വന്നിട്ടില്ല, അത് അവിടെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഹസുന എന്നുള്ളതിൽ അഹ്സന വന്നു, സലിമ എന്നുള്ളതിൽ അസ്ലമ എന്നായി മാറി. അങ്ങനെ ഓരോന്നിലും എന്ത് ചെയ്യാണ്, അലിഫ് വർദ്ധിച്ചു വരുമ്പോ ഈ ഒരു വസലിലേക്ക് വരും. അപ്പൊ അഫ്അല, അപ്പൊ ഫഇലൈ ഫഅലൈ ഫഉല ഏതാണെങ്കിലും ശരി, അലിഫ് വർദ്ധിച്ചു വന്നാൽ പിന്നെ
അഥവാ സുലാസി അൽ മസീദ് ഫിഹിയിലെ ആദ്യത്തിൽ അലിഫ് വരുന്ന പദാക്കി മാറ്റിയാൽ അതിന്റെ വസന് അഫ്അല മാത്രമേ ഉള്ളൂ. പിന്നെ അത് അഫ്ഇലു, അഫ്ഇല, അഫ്ഉലു എന്നൊന്നും മാറാറില്ല. എപ്പോഴും അഫ്അല എന്ന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഏത് വസനായാലും ശരി ഇങ്ങോട്ട് വരുമ്പോ ഇതിലേക്ക് മാറ്റപ്പെടുമ്പോ അഫ്അല എന്നുള്ളത് ആയിട്ട് മാറും. ഫഅലയും ഫഅലയും ഒക്കെ അതേപോലെയാണ്. അതിന് പിന്നെ ഫഇല ഫഉല എന്നൊന്നുമില്ല, ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒറ്റ വസന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും അതിന്റെ തസ്രീഫാത്തിലേക്ക് പോവാം. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ ഫഹുവ മുഫ്ഇലുൻ വഉഫ്ഇല യുഫ്അലു ഇഫ്ആലൻ ഫഹുവ മുഫ്അലൻ അൽഅംറു മിൻഹു അഫ്ഇൽ ലിയുഫ്ഇൽ വന്നഹി ലാ തുഫ്ഇൽ. ലിഫിലൂടെ കൊടുത്തിട്ടില്ല, പറയാറുണ്ട്. ഇനി അക്രമ യുക്രിമു ഇക്റാമൻ ഫഹുവ മുക്രിമുൻ വഉക്രിമു യുക്റമു ഇക്റാമൻ ഫഹുവ മുക്റമുൻ അൽഅംറു മിൻഹു അക്രിം വന്നഹി ലാ തുക്രിം. ഇത്രയാണ് ആ ഒരു അഫ്അല ബാബിൽ വരുന്നത്. ഇനി ബാബു സാനി എന്താണ്? ഫഅലയാണ്. ഫഅല യുഫഇലു തഫ്ഈലൻ. ഓക്കെ, ഫഅല യുഫഇലു തഫ്ഈലൻ. അതിന്റെ മസ്ദർ വരുന്നത് തഫ്ഈലൻ എന്നാണ്. അതിന്റെ ഇസ്മു ഫായിൽ വരുന്നത് നോക്കുക, മുഫഇലുൻ. മുഫഇലുൻ. നേരത്തെ നമ്മള് ഫായിലുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കുക, ഒരു മീം അധികരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ഫിഅല് എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ ഒരു മീം വന്നിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കാനുള്ളത്. പക്ഷെ അവിടെ ഇസ്മു മഫ്ഊല് നോക്കാം. ഞാനിപ്പോ റൗണ്ട് ചെയ്യുന്നതാണ് ഇസ്മു മഫ്ഊല്. അത് രണ്ടും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് ഐനിന് കസറാണ് കൊടുത്തിട്ടുള്ളത്, മറ്റേത് ഐനിന് ഫത്ഹയാണ് കൊടുത്തിട്ടുള്ളത്, അഥവാ ഐനുൽ ഫിഅല്. ഇവിടെ നോക്കാം, അക്രമയിൽ വരുമ്പോ മുക്രിമുൻ. മുക്രിമുൻ. ഇവിടെ ഐനുൽ ഫിഅൽ ഏതാണ്? റാ ആണ്. അതിന് കസർ കൊടുത്തിരിക്കുന്നു. എന്റെ ഇസ്മു മഫ്ഊൽ നോക്കുക, മുക്റമുൻ. മുക്റമുൻ. ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഐനുൽ ഫിഅലിന് ഫതഹയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇസ്മു ഫായില് വരുമ്പം കസ്റയും ഇസ്മു മഫ്ഊൽ വരുമ്പം ഫതഹയുമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അത് തന്നെയാണ് ഇനി അങ്ങോട്ട് വരുന്ന പല വസനുകൾക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഫഅലയിൽ നോക്കൂ, മുഫഇലുൻ. പിന്നെ ഇസ്മു മഫ്ഊൽ നോക്കുകയാണെങ്കിൽ മുഫഅലുൻ. فعل يفعل تفعيلا فهو مفعل وفعل يفعل تفعيلا فهو مفعل الامر منه فعل والنهي لا تفعل. ഇനി അതിന്റെ ഉദാഹരണം നോക്കുകയാണ്, ഫറജ യുഫർരിജു തഫ്രീജൻ ഫഹുവ മുഫർരിജുൻ വഫുരിജ യുഫർരിജു തഫ്രീജൻ ഫഹുവ മുഫർറജുൻ അൽഅംറു മിൻഹു ഫർരിജ് വന്നഹി ലാ തുഫർരിജ്. ഇനി മൂന്നാമത്തെ ബാബ് അത് ഫഅലയാണ്. ഓക്കെ, ഫഅല എങ്ങനെ വരുന്നത്? ഫഅല യുഫാഇലു. ഫഅലയുടെ മുളാരിയെ യുഫാഇലു. അപ്പൊ ഈ മൂന്ന് ബാബിന്റെയും മുളാരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മജ്ഹൂല് നമ്മൾ ചെയ്യാറുള്ളത് യു വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, പക്ഷെ ഇത് മജ്ഹൂൽ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ മഅറൂഫ് തന്നെയാണ്. ഇതിന്റെ മജ്ഹൂൽ വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ, അഫ്അലയുടേത് യുഫ്ഇലു ആണ്, ഇവിടെ യുഫ്അലു ആണ്. ഐനുൽ ഫിഅലിന് ഫത്ഹയാണ്, ഇവിടെ കസ്റയാണ്. ആ മാറ്റം ശ്രദ്ധിക്കുക. ഫഅലയെ നോക്കുക, യുഫഇലു ആണ്. മജ്ഹൂൽ ആകുമ്പോ യുഫഅലു ആണ്. ഇവിടെ ഫഅലക്ക് യുഫാഇലു ആണ് മുളാരി മഅറൂഫ് വരുന്നത്. മുളാരി മജ്ഹൂൽ വരുന്ന നോക്കൂ, ഫുഇല യുഫാഅലു. ഇവിടെ യുഫാഇലു ആണ്, ഇവിടെ യുഫാഅലു ആണ്. ആദ്യത്തേത് യുഫാഇലു, രണ്ടാമത്തേത് യുഫാഅലു. ഓക്കെ, അപ്പൊ അത് മജ്ഹൂൽ ആകുമ്പോഴുള്ള മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കാം. ഫഅല യുഫാഇലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഇലുൻ വഫുഇല യുഫാഅലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഅലുൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് മസ്ദറുകൾ പറയുന്നുണ്ട്, മുഫാഅലതൻ വഫിആലൻ. അങ്ങനെ രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കും എന്നർത്ഥം. മുഫാഅലതൻ വ ഫിആലൻ. അപ്പൊ അത് ജിഹാദ് ആണെങ്കിൽ ജാഹദ യുജാഹിദു മുജാഹദതൻ വ ജിഹാദൻ. അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ പറയും. അർത്ഥം ഏകദേശം സെയിം ആയിരിക്കുന്നുണ്ട്. പിന്നെ അൽ അംറു മിൻഹു ഫാഇൽ, അതിന്റെ അംറ് ഫാഇൽ എന്നാണ്. ഇപ്പൊ ഇതിന്റെയൊക്കെ അംറുകൾ ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. അഫ്അലക്ക് അഫ്ഇൽ, ഫഅലക്ക് ഫഇൽ, ഫഅലക്ക് ഫാഇൽ, അത്ര പറഞ്ഞാൽ മതി. അതിന്റെ തൊട്ടുമ്പുള്ളതിന് കസ്ർ കൊടുത്തിട്ട് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഫ്അല അഫ്ഇൽ, ഫഅല ഫഇൽ, ഫഅല ഫാഇൽ. അങ്ങനെയാണ് അതിന്റെ അംറുകൾ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വന്നഹി ലാ തുഫാഇൽ. നഹ്വ് ഖാതലയാണ് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. യുദ്ധം ചെയ്യാന്നുള്ള അർത്ഥം വരും. ഖാതല യുഖാതിലു മുഖാതലതൻ വഖിതാലൻ ഫഹുവ മുഖാതിലുൻ. ഇസ്മു ഫാഇൽ മുഖാതിലുൻ എന്ന് വന്നു. ഇനി വരുന്നത് ഇസ്മു മഫ്ഊൽ അഥവാ മജ്ഹൂൽ വരുന്നു. വഖൂതില യുഖാതലു മുഖാതലതൻ വഖിതാലൻ ഫഹുവ മുഖാതലുൻ അൽഅംറു മിൻഹു ഖാതിൽ വന്നഹി ലാ തുഖാതിൽ. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് ചെയ്യുന്നത്, ഒരക്ഷരം വർദ്ധിച്ചു വരുന്ന ഉദാഹരണങ്ങൾ ഉള്ളത്. സുലാസിയില് അടിസ്ഥാനപരമായിട്ട് മൂന്നക്ഷരമുള്ള ഫീലുകളിൽ ഒരക്ഷരം വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസനുകളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടക്ഷരങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് മൂന്നക്ഷരമുള്ള ഫീലുകളിൽ രണ്ടക്ഷരം വർദ്ധിച്ചു വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ വസനുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.
അത് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് തഫാഅലയാണ്. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്? തഫാഅല എന്ന് പറയുമ്പോൾ ഫഅലയിൽ തുടക്കത്തിൽ ഒരു താ വന്നിട്ടുണ്ട്. പിന്നെ ഫഅല മാത്രം നോക്കുകയാണെങ്കിൽ ഫ കഴിഞ്ഞിട്ട് ഒരു അലിഫും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 2 അക്ഷരങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഇനി തഫഅലയിലോ ഒന്ന് താ ആണ്, രണ്ടാമത്തേത് ഏതാണ്? ഐനുൽ ഫീലിന് ഷദ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഐനുൽ ഫീൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഐന് വർദ്ധിച്ചു വന്നു. അഥവാ ഇവിടെ ഐന് എന്നല്ല നമ്മൾ പറയേണ്ടത്, ഐനുൽ കലിമയാണ്. കാരണം ഏത് വാക്കാണോ മാറ്റുന്നത് ആ വാക്കിൽ ഈ ഐനിന്റെ സ്ഥാനത്തുള്ള വാക്കാണ് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. എന്നാ കുറച്ച് താ അങ്ങനെയല്ല, താ എല്ലാത്തിലും അതേപോലെ വരും. ഇവിടെ മുകളിലത്തേതാണെങ്കിൽ തായും അലിഫും എല്ലാത്തിലും വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ തബാഅദ, ബഅദ എന്നുള്ളതിൽ തബാഅദ എന്നായിട്ട് മാറി. രണ്ടാമത്തത് തഫഅലയാണെങ്കിൽ തകസ്സറ, ഇവിടെ സീനിനാണ് ഷദ് കൊടുത്തിട്ടുള്ളത്. ആ ഐനുൽ ഫീല് ഡബിൾ ആയിട്ട് വരികയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 2 അക്ഷരം വർദ്ധിച്ചു വന്നു, താവും ഐനും. അതെവിടെയൊക്കെ വന്നതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് ഇൻഫഅലയാണ്. ഇത് ഫഅലയിൽ ഏതൊക്കെ അക്ഷരമാണ് ഇപ്പൊ വർദ്ധിച്ചു വന്നിട്ടുള്ളത്? ഇവിടെ തുടക്കത്തിൽ ഒരു അലിഫും വന്നു, അതേപോലെ തന്നെ തൊട്ടുടനെ ഒരു നൂനും അധികരിച്ചു വന്നു. ഇൻഫഅല, ഇൻഖലബ, ഇൻസറഫ, അതൊക്കെ അതേപോലെ വരുന്ന വസിന്റെ ഉദാഹരണങ്ങളാണ്. ഇൻഫഅല. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ വരുന്നത് ഇവിടെ 2 അക്ഷരങ്ങൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? തുടക്കത്തിൽ ഒരു അലിഫ് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഫി അയിലുണ്ട്. ഫിലിന്റെ ഇടയിൽ ഫാഉൽ ഫീലിന്റെയും ഐനുൽ ഫീലിന്റെ ഇടയിൽ ഒരു തായും അധികരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അക്ഷരങ്ങൾ വർദ്ധിച്ചു വന്നത് മാത്രം നോക്കിയാൽ പോരാ, ഏതൊക്കെ പൊസിഷനിലാണ് അത് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇഫ്തഅല വന്നു. ഇനി മൂന്നാമത്തേത് ഇഫ്അല്ലയാണ്. അവിടെ എന്താ ഉള്ളത്? തുടക്കത്തിൽ ഒരു അലിഫ് വന്നു, അത് മനസ്സിലായി. പിന്നെന്ത് മാറ്റാ കാണുന്നത്? ലാമിന് ഷദ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാമുൽ ഫീൽ ഇരട്ടിപ്പിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. ലാമുൽ ഫീലിനെ ഡബിൾ ആക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അത്രയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? 2 അക്ഷരങ്ങൾ അധികരിച്ച് വരുന്ന വാക്കുകൾ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വരുന്നത് ഇപ്പൊ 5 വസനുകളാണ്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസും ഡീറ്റെയിൽസും നോക്കാം. ഒന്നാമത്തേത് തഫാഅല എന്നാണ് ഒന്നാമത്തേത് വരുന്നത്. തഫാഅല, അതിന്റെ മുളാരി യതഫാഅലു. തഫാഅലയുടെ മുളാരി വരുന്നത് യതഫാഅലു, യതഫാഅലു. മസ്ദർ വരുന്നത് തഫാഉലൻ. തഫാഅല യതഫാഅലു തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ. ശ്രദ്ധിക്കുക, മുതഫാഇലുൻ. ഇവിടെ മീം തുടക്കത്തിൽ വന്നു, ലമ്മയുള്ള മീമാണ് വന്നിട്ടുള്ളത്. മുതഫാഇലുൻ. ഇവിടെ ഐനുൽ ഫീലിന് കസറയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് പ്രത്യേകം പറയേണ്ട ഒരു കാരണം എന്തെന്ന് പറഞ്ഞാല് ഇതിന്റെ ഇസ്മു മഫ്ഊൽ വരുന്ന ഒരു സന്ദർഭമുണ്ട്. മുതഫാഅലുൻ, അവിടെ ഐനുൽ ഫീലിന് ഫതഹയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ തഫാഅല യതഫാഅലു തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ വതുഫൂഇല യുതഫാഅലു. തുഫൂഇല എന്നാണ് മജ്ഹൂൽ വരുന്നത്. അതിന്റെ മജ്ഹൂൽ മുളാരി വരുന്നത് എങ്ങനെയാണ്? യുതഫാഅലു. തുഫൂഇല യുതഫാഅലു. പ്രത്യേകം ശ്രദ്ധിക്കുക. തുഫൂഇല യുതഫാഅലു. തഫാഉലൻ ഫഹുവ മുതഫാഅലുൻ. അൽ അംറു മിൻഹു തഫാഅൽ. അംറു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തഫാഅല എന്നുള്ള വാക്കിനെ എന്ത് ചെയ്യുന്നു? അവസാനത്തിന് സുക്കൂൻ കൊടുക്കും. തഫാഅൽ, കഴിയും. അത്രേ ഉള്ളൂ. വന്നഹി ലാ തതഫാഅൽ. നഹു, അതിന്റെ ഉദാഹരണം പറയണം. തബാഅദ, അകന്നു എന്നർത്ഥം. തബാഅദ യതബാഅദു തബാഉദൻ ഫഹുവ മുതബാഇദുൻ വതുബൂഇദ യുതബാഅദു തബാഉദൻ ഫഹുവ മുതബാഅദുൻ. അപ്പൊ ആദ്യത്തേത് ഇസ്മു ഫായിലാണ്, അത് മുതബാഇദുൻ വന്നു. രണ്ടാമത്തേത് മുതബാഅദുൻ എന്നാണ്, അത് ഇസ്മു മഫ്ഊലും ആണ്. ഓക്കെ, അൽ അംറു മിൻഹു തബാഅദ്. നോക്കൂ, അംറു വന്നത് തബാഅദ് എന്നാണ്. തഫാഅൽ, തബാഅദ, തബാഅദ്. നഹി ലാ തതബാഅദ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ബാബ്. അഞ്ചാമത്തെ ബാബ് പറയുമ്പോൾ ടോട്ടൽ പറയാണ് കേട്ടോ. അക്ഷരങ്ങൾ വർദ്ധിച്ചു വന്നതില് 5ാമത്തെ ബാബ്. 3 നമ്മൾ ആദ്യം ഒന്ന് വർദ്ധിച്ചു വന്നതിന്റെ പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മള് 2 അക്ഷരം വർദ്ധിച്ചു വന്നതിന്റെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 2 അക്ഷരം വർദ്ധിച്ചു വന്നതിലെ രണ്ടാമത്തേത്. ഓക്കെ, അതേതാണ്? ഐനുൽ ഫീല് ശബ്ദ വന്നിട്ടുണ്ട്, ഡബിളിങ് വന്നിട്ടുണ്ട്. അതേപോലെ തുടക്കത്തിൽ ഒരു താവും വന്നിട്ടുണ്ട്. തഫഅല, ഫഅല എന്നുള്ളതിനെ തുടക്കത്തിൽ ഒരു താ കൊടുത്തു, തഫഅലായി. അപ്പൊ പിന്നെ ഐനുൽ ഫീലിന് ഒരു ശബ്ദം കൊടുത്തു, അപ്പൊ തഫഅല എന്നായി മാറി. അപ്പൊ അതിന് ഉദാഹരണം നോക്കാം. അതിന്റെ വസ്ന് നോക്കാം. തഫഅല യതഫഅലു തഫഉലൻ ഫഹുവ മുതഫഇലുൻ വതുഫഇല തുഫഇല എന്നാണ്. തുഫഇല യുതഫഅലു തഫഉലൻ ഫഹുവ മുതഫഅലുൻ. അൽ അംറു മിൻഹു തഫഅൽ വനഹി ലാ തതഫഅൽ. ഇതിന്റെ ഉദാഹരണം എന്താണ്? തകസ്സറ യതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സിറുൻ വതുകസ്സിറ യുതകസ്സറു തകസ്സുറൻ ഫഹുവ മുതകസ്സറുൻ. അൽ അംറു മിൻഹു തകസ്സർ വനഹി ലാ തതകസ്സർ. ഓക്കെ, അങ്ങനെയാണ് ആ ബാബ് വരുന്നത്. ഇനി 6ാമത്തെ ബാബ്. അതില് 2 അക്ഷരങ്ങളാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഒന്ന് അലിഫും നൂനും. അത് രണ്ടും തുടക്കത്തിലാണ് വന്നിട്ടുള്ളത്. ഇൻഫഅല എന്നാണ് വായിക്കേണ്ടത്. ഇൻഫഅല. ഫഅല എന്നുള്ളതിൽ ഒരു അലിഫും ഒരു നൂനും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വായിക്കും, ഇൻഫഅല എന്ന് വായിക്കും.
ഓക്കെ. ഇൻഫഅല യൻഫഅലു ഇൻഫിആലൻ ഫഹുവ മുൻഫഇലുൻ വൻഫുഇല യുൻഫഅലു ഇൻഫിആലൻ ഫഹുവ മുൻഫഅലുൻ അൽ അംറു മിൻഹു ഇൻഫഇൽ വന്നഹി ലാ തൻഫഇൽ. ഓക്കെ, അതിന്റെ ഉദാഹരണം നോക്കാം. ഇൻഖത, അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ കിട്ടും. ഇൻകസറ, ഇൻസറഫ, ഇൻസലഖ ഒക്കെ ആ ഒരു വസിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ നോക്കാം അതിന്റെ തസ്രീഫാത്ത് എങ്ങനെയാ വരുന്നത്. ഇൻഖത യൻഖതിഉ ഇൻഖിതാഅൻ ഫഹുവ മുൻഖതിഉൻ വൻഖുതിഅ വൻഖുതിഅ. മജ്ഹൂൽ എങ്ങനെയാണ് വരുന്നത്. വൻഫുഇല വൻഫുഇല. വാവില്ലെങ്കിൽ ഉൻഫുഇല എന്ന് വരും. വാവ് ഉണ്ടാകുമ്പോ വൻഫുഇല എന്ന് വായിക്കണം. ഓക്കെ, അതിന്റെ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ വൻഖുതിഅ. ഓക്കെ, വൻഫുഇല വൻഖുതിഅ. യുൻഖതഉ ഇൻഖിതാഅൻ ഫഹുവ മുൻഖതഉൻ അൽ അംറു മിൻഹു ഇൻഖതിഅ. അംറു നോക്കുക, ഇൻഖതിഅ. ഇൻഫഅലക്ക് ഇൻഫഇൽ. മറ്റേ തഫഅലക്ക് തഫഅൽ എന്നായിരുന്നു അല്ലെ. അൽ അംറു മിൻഹു തകസ്സർ. ഇവിടെ എങ്ങനെയാ വന്നിട്ടുള്ളത്. ഇൻഖതിഅ. ഇൻഫഅല ഇൻഫഇൽ ഇൻഖതിഅ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടക്ഷരം വർദ്ധിച്ചു വരുന്ന നാലാമത്തേത് അത് ഇഫ്തഅല ബാബാണ്. ഇഫ്തഅല ബാബ് എന്ന് പറയും. എന്താണത്. ഇഫ്തഅല, അതിന് മുളാരി യഫ്തഇലു. ഇഫ്തഅല യഫ്തഇലു ഇഫ്തിആലൻ ഫഹുവ മുഫ്തഇലുൻ വഫ്തുഇല യഫ്തഅലു ഇഫ്തിആലൻ ഫഹുവ മുഫ്തഅലുൻ. അതിന്റെ ഇസ്മു ഫാഇൽ വരുന്നത് മുഫ്തഇലുൻ എന്നാണ്. ഇസ്മു മഫ്ഊൽ വരുന്നത് മുഫ്തഅലുൻ എന്നുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. അതിന്റെ ഉദാഹരണം നോക്കാലോ നമുക്ക്. അൽ അംറു മിൻഹു ഇഫ്തഇൽ വന്നഹി ലാ തഫ്തഇൽ. അംറു നോക്കുക, അംറു എങ്ങനെ വന്നിട്ടുള്ളത്. ഇഫ്തഅലക്ക് ഇഫ്തഇൽ. ഇവിടെ ഇഫ്തഅല എന്നാണ്, ഇവിടെ ഇഫ്തഇൽ എന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് മുകളിലത്തേതാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ളത് ഇഫ്തഅല എന്നാണ്. താഴെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്. ഇഫ്തഇൽ എന്നാണ്. ഞാൻ ഇവിടെ എന്നുള്ളത് ഞാൻ നോക്കി പറയുമ്പോ വിരൽ വെക്കുന്നതാണ്. ഓക്കെ, അപ്പോ മുകളിലത്തെ അതായത് മാളിയിൽ വരുന്നത് ഇഫ്തഅല എന്നാണ്. അമ്രിൽ വന്നിട്ടുള്ളത് ഇഫ്തഇൽ എന്നാണ്. മാറ്റം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഐനുൽ ഫിഅലിന് ഫതഹയും അവസാനത്തെ ലാമുൽ ഫിഅലിന് ഫതഹയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ താഴെ വരുമ്പോ അമ്രിൽ വരുമ്പോ ഇഫ്തഅല ഇഫ്തഇൽ എന്നാണ് വരുന്നത്. ഓക്കെ, ശരി. ഇനി അതിന് ഉദാഹരണം ഇജ്തമ. ഇജ്തമ വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇജ്തമ ജമഅ എന്നുള്ള വാക്കില് അലിഫും താവും അതിന്റെ ഇടയിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇജ്തമ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ജമഅയില് ഈ അലിഫും താവും വർദ്ധിച്ചു വന്നതാണ്. ഇജ്തമ ഇജ്തമ. ഇഫ്തഅല ഇഫ്തതഹ. ഫതഹയ്ക്ക് ഇഫ്തതഹ ഇനാഗുറേഷൻ ചെയ്തു എന്നുള്ളതൊക്കെ വരുന്ന വാക്ക് ഇഫ്തതഹയാണ്. അപ്പൊ ഇഫ്തതഹയാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. ഇവിടെ ഇജ്തമയാണുള്ളത്. ഞാൻ ഇഫ്തതഹ വെച്ച് പറയാം. ഇഫ്തതഹ യഫ്തതിഹു ഇഫ്തിതാഹൻ ഫഹുവ മുഫ്തതിഹുൻ വഫ്തുതിഹ യുഫ്തതഹു ഇഫ്തിതാഹൻ ഫഹുവ മുഫ്തതഹുൻ അൽ അംറു മിൻഹു ഇഫ്തതിഹ് വന്നഹി ലാ തഫ്തതിഹ് തഫ്തതിഹ്. അങ്ങനെ വരുന്നത്. ഫതഹ എന്നാണ് ബേസിക്കലി അതിലുള്ള അക്ഷരങ്ങൾ അല്ലെ. ഫതഹ. അപ്പോ തുടക്കത്തിലൊരു ഈ ഫ് ത ത ഹ. താന്റെ മുമ്പിൽ ഒരു തായും കൂടി വരും. അപ്പൊ ത് ത. ഇഫ് തഅല ഇഫ്തതഹ. ഈ ഫ് ത ത ഹ അങ്ങനെ വരും. ഇഫ്തതഹ. ഓക്കെ, ഇനി വരുന്നത് എട്ടാമത്തെ ബാബ് അത് ഇഫ് അല്ലയാണ്. ഇഫ് അല്ല ബാബ് അവസാനത്തെ ലാമിന് ഷദ് കൊടുക്കുകയും ആദ്യത്തിൽ ഒരു അലിഫും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഅലയില് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇത് പ്രത്യേകം വരുന്നത് കളറുകളെ സൂചിപ്പിക്കാനാണ്. ഒരു സംഗതി ചുവന്നു, പച്ചയായി, മഞ്ഞയായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇഫ് അല്ല അതിന് മുതാരി യഫ് അല്ലു. ഇഫ് അല്ല യഫ് അല്ലു. ഓക്കെ, മസ്ദർ വരുന്നത് ഇഫ് ഇലാലൻ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞാൽ വേറെ കുറെ പഠിക്കാണ്. അതിൽ ഇഫ് ഇലാലൻ എന്ന് പറഞ്ഞ വേറൊരു മസ്ദർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മസ്ദർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇഫ് ഇലാലൻ എന്നാണ് വരുന്നത്. ഇഫ് അല്ല യഫ് അല്ലു ഇഫ് ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ. ഇസ്മു ഫാഇൽ വരുമ്പോ മുഫ്അല്ലുൻ എന്ന് വന്നു. മജ്ഹൂൽ നോക്കാം. മജ്ഹൂൽ വരുമ്പോ വഫ്ഉല്ല. മജ്ഹൂൽ എങ്ങനെ വരുന്നത്. വഫ്ഉല്ല യുഫ്അല്ലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ. വഫ്ഉല്ല യുഫ്അല്ലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്അല്ലുൻ. അൽ അംറു മിൻഹു ഇഫ്അല്ല വന്നഹ്യു ലാ തഫ്അല്ല. നഹ്വ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഹ്മറ ചുവന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇഹ്മറ ഇഹ്മറ യഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. അവിടെ മസ്ദർ നോക്കുക. ഇഹ്മിറാറൻ. ഇനി അത് ഇസ്ഫറ ആണെങ്കിലോ ഇസ്ഫറ യസ്ഫറു ഇസ്ഫിറാറൻ ഫഹുവ മുസ്ഫറുൻ. ഓക്കെ, പിന്നെ അതിന്റെ മജ്ഹൂല് വസ്ഫുറ വഹ്മുറ യുഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. അൽ അംറു മിൻഹു ഇഹ്മറ വന്നഹി ലാ തഹ്മറ. ഇതിന്റെയൊക്കെ ഓരോ
ഫിഅലുകൾ വെച്ച് ഉദാഹരണങ്ങളായിട്ട് ഓരോരുത്തരും പറഞ്ഞ് പഠിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, നോക്കാം എന്താണ് വരുന്നത്. ഇഹ്മറ, അതിന്റെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബിയല്ല, വെളുത്തു എന്നുള്ളതിന് ഇബിയല്ല ഉപയോഗിക്കും. ഇസ്വദ്ദ, കറുത്തു എന്നുള്ളതിന് ഇസ്വദ്ദ ഉപയോഗിക്കും. കറുപ്പ് കളറായി. ഇസ്വദ്ദ യസ്വദ്ദു ഇസ്വിദാദൻ ഫഹുവ മുസ്വദ്ദുൻ വസുദ്ദ യുസ്വദ്ദു ഇസ്വിദാദൻ ഫഹുവ മുസ്വദ്ദുൻ അൽഅംറു മിൻഹു ഇസ്വദ്ദ. അമ്ര നോക്കണം. ഇഹ്മറ എന്നുള്ളതിന്റെ അമ്ര, ഇഫ് അല്ല എന്നുള്ളതിന്റെ അമ്ര ഇഫ് അല്ല എന്ന് തന്നെയാണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യണം, എപ്പോഴാ മനസ്സിലാവുള്ളൂ, സാന്ദർഭികമായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾക്ക് അനുസരിച്ചിട്ടേ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നഹി, അതിന്റെ നഹി എങ്ങനെയാണ്, ലാ തഹ്മറ. ഓക്കെ, ഇനി വരുന്നത് അടിസ്ഥാനപരമായിട്ട് പിന്നെ രണ്ടക്ഷരങ്ങളിൽ നിന്ന് മൂന്നക്ഷരങ്ങൾ വരുന്ന ഫീലുകളാണ്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ക്ലാസ്സിൽ ഇതേപോലെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് 8 ബാബുകൾ ഇന്ന് പഠിച്ചു. നേരത്തെ സുലാസി മുജറദിൽ അടിസ്ഥാനപരമായിട്ട് മൂന്നക്ഷരങ്ങൾ വരുന്നതിൽ പിന്നെ 5 ബാബുകളും അതുകൂടാതെ പിന്നെ 8 ബാബുകളുമാണ് നമ്മൾ ടോട്ടൽ പഠിച്ചിട്ടുള്ളത്. ഫഅല അതിന്റെ 3 മുളാരികൾ, യഫ്അലു യഫ്ഇലു യഫ്ഉലു. പിന്നെ ഫഇല യഫ്അലു ഫഉല യഫ്ഉലു. അങ്ങനെ സുലാസിയിൽ നമ്മൾ 5 പഠിച്ചു, സുലാസി മുജറദിൽ. പിന്നെ സുലാസി മസീദില് ഒരക്ഷരം വർദ്ധിച്ചു വരുന്ന 3 എണ്ണവും 2 അക്ഷരം വർദ്ധിച്ചു വരുന്ന 5 എണ്ണവും, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, 8 അങ്ങനെ പഠിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തം 5ഉം 8ഉം 13 നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് പഠിച്ചിട്ടുണ്ട് 13 ബാബുകള്. അപ്പൊ ആ ബാബുകള് നേരത്തെ പഠിച്ചത് തന്നെയാണ്, അതിന്റെ റിവിഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അത് എന്ത് ചെയ്യാ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്ന് ഇൻഷാ അല്ലാഹ് ഇത് റെക്കോർഡായിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മള് അറിവിന്റെ മാർഗത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഖുർആൻ, ഹദീസ്, അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നതില്, അതിന്റെ വിശദീകരണങ്ങൾ വായിക്കുന്നതില്, പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിക്കുന്നതിലൊക്കെ നമുക്ക് അറബി ഭാഷ ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിക്കുവാനുള്ള ഒരു തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് അവർക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.